ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 സവാള, 2 ടൊമാറ്റോ, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയതാണ് ഈ ചട്നി. ഇതേപോലെ ഒരു ചീനിച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇനി അതിലോട്ട് സവാള ഇടാം. സവാള പകുതി വാടിയാൽ മതി. ഈ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. വെളുത്തുള്ളി എടുത്ത് ചേർക്കാം. വെളുത്തുള്ളി ആദ്യം ഇടാനുള്ളതാണ്, ഞാനത് മറന്നുപോയി. ആദ്യം വെളുത്തുള്ളി ഇട്ട് മൂത്തതിന് ശേഷം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇടാം. ഇനി ടൊമാറ്റോ ചേർക്കാം. ഇപ്പോൾ ടൊമാറ്റോ നല്ലതുപോലെ വെന്തു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് പച്ചച്ചോ മാറുന്നത് വരെ ഒന്ന് വെക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് 3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ അരിഞ്ഞ് വെച്ച് കഴിയുക. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാം. ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ഇടാം. കുറച്ച് മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.